വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ഇറ്റ്സ് ബനാസർ ഖാലിദ്. അപ്പൊ നമ്മള് HSA നാച്ചുറൽ സയൻസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ നമ്മൾ കോശമാണ് കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ കോശത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ, നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ കഴിഞ്ഞ അതിന്റെ ബാക്കി പോർഷൻസ് എന്താണെന്ന് നോക്കാം. അതിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടതും എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടതും മനസ്സിലാക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ കോശങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്താണ്, കോശങ്ങൾ ആകൃതിയിലും വലിപ്പത്തിലും ധർമ്മത്തിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അല്ലെ. അപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം എന്താണ് ഏറ്റവും ചെറിയ കോശം എന്നറിയപ്പെടുന്ന ഏതാണ്, മൈക്രോപ്ലാസ്മ. ഏറ്റവും ചെറിയ കോശം ഏതാണ്, മൈക്രോപ്ലാസ്മ അല്ലെ. അപ്പൊ മൈക്രോപ്ലാസ്മയുടെ നീളം എന്ന് പറയുന്നത് 0.3 മൈക്രോമീറ്റർ ആണ് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഏറ്റവും വലിയ കോശം എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും വലിയ ഒറ്റ കോശം എന്ന് പറഞ്ഞാൽ ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഇനി നമ്മൾ പഠിച്ചത് എന്താണ്, നമ്മൾ മനസ്സിലാക്കി ബാക്ടീരിയ കോശത്തിന്റെ നീളം എന്ന് പറയുന്നത് 3 മൈക്രോമീറ്റർ മുതൽ 5 മൈക്രോമീറ്റർ വരെയാണ് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്താണ്, അതായത് മനുഷ്യൻ ബഹുകോശ ജീവിയാണ് അല്ലെ. അപ്പൊ മനുഷ്യൻ ബഹുകോശ ജീവിയാണ്. ഈ ബഹുകോശ ജീവിയായ മനുഷ്യന്റെ ചുവന്ന രക്താണുക്കളുടെ നീളം വ്യാസം എന്ന് പറയുന്നത്, ചുവന്ന രക്താണുക്കളുടെ വ്യാസം എന്ന് പറയുന്നത് 7.0 മൈക്രോമീറ്റർ ആണെന്ന് കൂടെ മനസ്സിലാക്കി വെക്കുക. ഈ കാര്യങ്ങളൊക്കെ +2 ടെക്സ്റ്റുകളിൽ ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ മനുഷ്യന്റെ ചുവന്ന രക്താണുക്കളുടെ വ്യാസം എന്ന് പറയുന്നത് 7.0 മൈക്രോമീറ്റർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ അല്ലെ. പ്രോക്യാരിയോട്ടിക് കോശങ്ങളുണ്ട്, യൂക്യാരിയോട്ടിക് കോശങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ പ്രോക്യാരിയോട്ടിക് കോശങ്ങളുടെ സവിശേഷതയെ കുറിച്ചാണ്. നമുക്ക് നോക്കാം പ്രോക്യാരിയോട്ടിക് കോശങ്ങളുടെ ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഒന്നാമത് മനസ്സിലാക്കുന്നത് പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറയുന്നതിന് ഉദാഹരണം മനസ്സിലാക്കാം. പ്രോക്യാരിയോട്ടിക് കോശങ്ങൾക്ക് ഉദാഹരണം മനസ്സിലാക്കിയാണ് ഏതൊക്കെയാണ്, ബാക്ടീരിയകൾ പ്രോക്യാരിയോട്ടിക് കോശങ്ങൾക്ക് ഉദാഹരണമാണ്. അതായത് ബാക്ടീരിയ, നീലഹരിത ആൽഗകൾ അതായത് ബ്ലൂ ഗ്രീൻ ആൽഗെ, നീലഹരിത ആൽഗകൾ, മൈക്രോപ്ലാസ്മകൾ, ഫ്ലൂറോപിമോണിയ ലൈക്ക് ഓർഗാനിസംസ് അല്ലെ, അതായത് PPL ഫ്ലൂറോപിമോണിയ പോലുള്ള ജീവികൾ, ഇവയെല്ലാം എന്തിന് ഉദാഹരണമാണ്, പ്രോക്യാരിയോട്ടിക് കോശങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അത് ഏതൊക്കെ കോശം പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ ഉദാഹരണം ഏതാണെന്ന് പഠിക്കാം. ഏതാണ് പറഞ്ഞ്, ബാക്ടീരിയകൾ അല്ലെ. ബാക്ടീരിയകൾ പ്രോക്യാരിയോട്ടിക് കോശങ്ങളാണ്. ഇനി പറഞ്ഞു ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ നീലഹരിത ആൽഗകൾ പ്രോക്യാരിയോട്ടിക് കോശങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ മൈക്രോപ്ലാസ്മ, അതുപോലെ തന്നെ PPL അല്ലെ, ഫ്ലൂറോപിമോണിയ പോലെയുള്ള ജീവികൾ, ഇതെല്ലാം പ്രോക്യാരിയോട്ടിക് കോശങ്ങൾക്ക് ഉദാഹരണമാണ് മനസ്സിലാക്കുക. ഇനി ഈ പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ മറ്റൊരു സവിശേഷത, ഇവയുടെ വലിപ്പം ഇവ പൊതുവെ ചെറുതായിരിക്കും. അതുപോലെ ഇവർക്ക് വളരെ വേഗം വിഭജിക്കാൻ സാധിക്കും. അപ്പൊ യൂക്യാരിയോട്ടിക് കോശങ്ങളെ അപേക്ഷിച്ച് പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ എങ്ങനെയാണ്, വലിപ്പത്തിൽ ചെറുതായിരിക്കും. അതുപോലെ ഇവർക്ക് പെട്ടെന്ന് വിഭജിക്കാനൊക്കെ സാധിക്കുകയും ചെയ്യും. ഇനി നമ്മൾ മനസ്സിലാക്കിയത് പ്രോക്യാരിയോട്ടിക് കോശങ്ങളെ പഠിച്ചു, അതിന്റെ എക്സാമ്പിൾസ് ഉദാഹരണങ്ങൾ നോക്കി. ഇവർ പറയുന്നത് ആകൃതിയിലും വലുപ്പത്തിലും വളരെയേറെ വൈവിധ്യമുള്ള പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ ആകൃതിയിലും അതുപോലെ വലുപ്പത്തിലൊക്കെ വൈവിധ്യമുണ്ട്. അപ്പൊ ബാക്ടീരിയകൾ പറഞ്ഞു, നീലഹരിത ആൽഗകൾ പറഞ്ഞു, ഇവ ആകൃതിയിലും വലുപ്പത്തിലൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും അല്ലെ. അപ്പൊ ഇവ വ്യത്യാസപ്പെട്ടിരുന്നാലും ഇവയുടെ എല്ലാത്തിന്റെയും ആ കോശത്തിന്റെ ഘടന എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും. അപ്പൊ ആകൃതിയും വലിപ്പത്തിലും വളരെയേറെ വൈവിധ്യം കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇത് പ്രോക്യാരിയോട്ടുകൾ എന്ന് മനസ്സിലാക്കാം. ഇനി അതിൽ തന്നെ ബാക്ടീരിയ പ്രധാനമായിട്ട് എടുക്കുകയാണെങ്കിൽ ബാക്ടീരിയ 4 ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രോക്യാരിയോട്ടിക് കോശമാണ്. അപ്പൊ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു പറഞ്ഞത്. അപ്പൊ അതിൽ ബാക്ടീരിയയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ബാക്ടീരിയ 4 ആകൃതിയിൽ കാണപ്പെടുന്നു. ആ പ്രധാനപ്പെട്ട ആകൃതി ഏതാണെന്ന് നോക്കിപ്പോവാം. ഒന്നാണ് ദണ്ഡാകൃതി, റോഡ് ലൈക്ക്. ദണ്ഡാകൃതിയിൽ റോഡ് ലൈക്ക് സ്ട്രക്ചർ ഉള്ള ബാക്ടീരിയ വിളിക്കുന്നത് ബാസിലസുകൾ എന്നാണ് വിളിക്കുന്നത്. ബാസിലസുകൾ എന്ന് പറയുന്നത് ബാക്ടീരിയകൾ പ്രോക്യാരിയോട്ടുകളാണ്. അത് ദണ്ഡാകൃതിയിലാണ് കാണപ്പെടുന്നത് അല്ലെ. ഇനി അടുത്ത ഗോളാകൃതി എന്ന് സ്പിരിക്കൽ ഷേപ്പ് ഉള്ളത്, അവയെ കോക്കസുകൾ എന്നാണ് പറയുന്നത്. ബാസിലസ് എന്ന് പറയുന്നത് ദണ്ഡാകൃതിയാണ്. ഗോളാകൃതിയിലുള്ള ബാക്ടീരിയ കോശങ്ങളാണ് കോക്കസുകൾ എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ കോമാ രൂപത്തിലുള്ള കോമാ ഷേപ്ഡ്, അതാണ് വിബ്രിയോകൾ അല്ലെ. വിബ്രിയോകൾ കോമാ ഷേപ്ഡ് ബാക്ടീരിയയാണ്. ഇനി അതുപോലെ സർപ്പിൾ ആകൃതിയിലുള്ള ബാക്ടീരിയയാണ് സ്പൈറലം എന്നറിയപ്പെടുന്നത്. സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയയാണ് സ്പൈറലം. പിന്നെ ബാക്ടീരിയയുടെ കേസ് മാത്രമാണ് പറഞ്ഞത്. അത്തരത്തിൽ പ്രോക്യാരിയോട്ടുകൾ ആകൃതിയും വലിപ്പത്തിലെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ ബാക്ടീരിയകൾ 4 ആകൃതികൾ ഏതൊക്കെയാണ്, ഒന്നെന്ന് പറയുന്നത് റോഡ് ഷേപ്പ് അല്ലെ, ദണ്ഡാകൃതിയിലുള്ളത്, അതിനെ ബാസിലസ് എന്ന് പറയുന്നു. ഇനി സ്പിരിക്കൽ ഷേപ്പ് ഗോളാകൃതിയിലുള്ള എന്താണ് കോക്കോസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ പറഞ്ഞ എന്താണ്, കോമാ ആകൃതികൾ കോമാ ഷേപ്പ്, അതാണ് വിബ്രിയോസ് എന്ന് പറയും. അതിന് സർപ്പിൾ ആകൃതി സ്പൈറൽ ഷേപ്പ് സ്പൈറലം എന്ന് പറയുന്നത്. ഇത്തരത്തിലാണ് ബാക്ടീരിയയുടെ വിവിധ ആകൃതികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി പ്രോക്യാരിയോട്ടിക് ഉദാഹരണങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ, ഓർമ്മയുണ്ടല്ലോ. അടുത്തത് പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ ഈ ആകൃതിയിലും വലിപ്പത്തിലൊക്കെ ഡിഫറൻസ് കാണിക്കുന്നതിലും അവയുടെ ധർമ്മത്തിലും അതുപോലെ തന്നെ
ആകൃതിയിലും എല്ലാം വ്യത്യസ്തത കാണിക്കുമെങ്കിലും അവയുടെ ഘടന എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരുപോലെയാണ്. അപ്പൊ അടിസ്ഥാനം അവയുടെ ഘടന എങ്ങനെയാണ്? ഒരുപോലെയാണ്. മനസ്സിലായോ? ഇനി മൈക്കോപ്ലാസ്മയുടെ ഒരു പ്രത്യേകത പറയാം. മൈക്രോപ്ലാസ്മ ഒഴികെ ബാക്കി എല്ലാ പ്രോകാരിയോട്ടുകളും കോശസ്തരത്തെ ചുറ്റി കോശഭിത്തി കാണപ്പെടുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പ്രോകാരിയോട്ടുകളുടെ ഒരു സവിശേഷത എന്താണ്? അവയെ നമ്മൾ എക്സാമ്പിൾസ് പഠിച്ചാൽ മൈക്രോപ്ലാസ്മ പഠിച്ചു. ഈ മൈക്രോപ്ലാസ്മ ഒഴികെ ബാക്കി എല്ലാ പ്രോകാരിയോട്ടേഴ്സിനും എന്ത് കാണപ്പെടുന്നുണ്ട്? കോശങ്ങളെ ചുറ്റി ഒരു കോശഭിത്തി, കോശത്തെ ചുറ്റി എന്ത് കാണപ്പെടുന്നു? ഒരു കോശഭിത്തി കാണപ്പെടുന്നു. കോശസ്തരത്തെ ചുറ്റി ഒരു കോശഭിത്തി കാണപ്പെടുന്നു. അത് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മൾ കോശഭിത്തിയൊക്കെ പഠിക്കുന്ന സസ്യകോശത്തിലാണ് അല്ലെ. അപ്പൊ ഇവിടെ യൂക്കാരിയോട്ടും പ്രോകാരിയോട്ടും നമ്മൾ എത്തിയുള്ളൂ. അപ്പൊ പ്രോകാരിയോട്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് മനസ്സിലാക്കി? ഈ പ്രോകാരിയോട്സിലെ മൈക്രോപ്ലാസ്മ ഒഴികെയുള്ള ബാക്കി എല്ലാ പ്രോകാരിയോട്സിനും കോശസ്തരത്തെ ചുറ്റി എന്ത് കാണപ്പെടുന്നു? ഒരു കോശഭിത്തി കാണപ്പെടുന്നു. ആ ഒരു പോയിന്റ് നിങ്ങൾ നോക്കി വെക്കുക. അതായത് എല്ലാ പ്രോകാരിയോട്ടിക് കോശങ്ങൾക്കും, മൈക്രോപ്ലാസ്മ ഒഴികെയുള്ള എല്ലാ പ്രോകാരിയോട്ടിക് കോശങ്ങൾക്കും കോശസ്തരത്തെ ചുറ്റി കോശഭിത്തി കാണപ്പെടുന്നു. ഈ കോശത്തിനുള്ളില് നിറഞ്ഞിരിക്കുന്ന ദ്രവ അവസ്ഥയിലുള്ള ഭാഗത്തെയാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കോശത്തിനുള്ളില് ദ്രവ അവസ്ഥയിലിരിക്കുന്ന ഭാഗത്തെ എന്ത് വിളിക്കുന്നു? കോശദ്രവ്യം. നമ്മൾ പ്രോകാരിയോട്ടിക് സെല്ലിന്റെ അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക് കോശങ്ങളുടെ ഘടനയാണ് മനസ്സിലാക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞ എന്താണ്? വിവിധ ആകൃതിയിലും വലിപ്പത്തിലൊക്കെ പ്രോകാരിയോട്ടിക് കോശങ്ങളുണ്ട്. എന്നാൽ അവരുടെ അടിസ്ഥാന ഘടന എന്ന് പറയുന്നത് ഒരുപോലെയാണെന്ന് മനസ്സിലാക്കി അല്ലെ. അതിനാണ് പറഞ്ഞത് ഫസ്റ്റ് ഒരു എക്സെപ്ഷൻ പറഞ്ഞ എന്താണ്? മൈക്രോപ്ലാസ്മ ഒഴികെയുള്ള എല്ലാ പ്രോകാരിയോട്ടിക് കോശങ്ങൾക്കും എന്ത് കാണപ്പെടുന്നുണ്ട്? കോശസ്തരത്തെ ആവരണം കോശഭിത്തി കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കി. ഇനി കോശത്തിനുള്ളില് നിറയ്ക്കുന്ന ദ്രവാവസ്ഥയിലിരിക്കുന്ന ഭാഗത്തെ എന്ത് വിളിക്കുന്നു? കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ അറിയുന്ന നമുക്ക് കാര്യമാണ്, ഇവയ്ക്ക് എന്താണ്? വ്യക്തമായൊരു മർമ്മം ഇല്ല അല്ലെ. സ്ഥരാവൃതം ഒരു മർമ്മം ആർക്കില്ല? പ്രോകാരിയോട്സിന് ഇല്ല. വ്യക്തമായൊരു മർമ്മം ഇവിടെ കാണപ്പെടുന്നില്ല. ഇനി മനസ്സിലാക്കണം, ഇവയിലൊരു ജനിതക വസ്തു ഉണ്ട്. ഈ ജനിതക വസ്തു എന്താ? സ്ഥലത്താൽ പൊതിഞ്ഞിട്ടില്ല. വ്യക്തമായ മർമ്മമില്ല. ഈ സ്ഥരാവരണമുള്ള ഒരു മർമ്മമില്ല. അതുപോലെ ഇതിനുള്ളിൽ കാണുന്ന ജനിതക വസ്തുക്കൾ എന്തില്ല? സ്ഥരാവരണമില്ല. അടുത്ത പോയിന്റ് മനസ്സിലാക്കേണ്ടത്, മിക്കവാറും ബാക്ടീരിയകളില് അപ്പം ഇതിൽ എന്തുണ്ട്? ജനിതക വസ്തു ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ സ്ഥരാവരണമില്ലാത്ത ജനിതക വസ്തുവാണുള്ളതെന്ന് പറഞ്ഞു. ഇനി ഇതിൽ തന്നെ എക്സെപ്ഷൻ നോക്കാം. മിക്കവാറും ബാക്ടീരിയകൾ ജനിതക DNA എന്ന് പറയുന്നത് ജീനോമിക് DNA അല്ലെങ്കിൽ ഏക ക്രോമസോം, വൃത്താന്തിക DNA, ഇതൊക്കെ ഏതാണ്? ബാക്ടീരിയൽ കാണുന്ന DNA ആണ് ജനിതക DNA അല്ലെ. മിക്കവാറും ബാക്ടീരിയൽ ജനിതക DNA. ആ DNA കൂടാതെ തന്നെ വൃത്താകൃതിയിൽ ചെറിയ DNA കാണപ്പെടുന്നു. നമ്മൾ പറഞ്ഞു ജനിതക വസ്തു ഉണ്ടെന്ന് പറഞ്ഞു, പ്രോകാരിയോട്സിൽ ജനിതക വസ്തു ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ബാക്ടീരിയയുടെ കേസ് എടുക്കുമ്പോൾ ബാക്ടീരിയക്ക് ജനിതക DNA പുറമെ ഒരു ചെറിയ DNA കൂടെ ഉണ്ട്. അവയെ പ്ലാസ്മിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ചെറിയ DNA അറിയപ്പെടുന്ന പേരെന്താണ്? പ്ലാസ്മിഡുകൾ. ഓർമ്മിക്കുക, പ്ലാസ്മിഡുകൾ. ഇവ ബാക്ടീരിയക്ക് ഒരു പ്രധാന സവിശേഷത പ്രദാനം ചെയ്യുന്നു. അപ്പൊ പ്ലാസ്മിഡുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് ബാക്ടീരിയക്ക് എന്ത് ഗുണമാണുള്ളത്? അപ്പൊ ബാക്ടീരിയക്ക് പ്രധാന സ്വഭാവ സവിശേഷത പ്രദാനം ചെയ്യുന്നു. അതായത് ഒരു ബാക്ടീരിയ പ്രധാന സവിശേഷത ആന്റിബയോട്ടിക്കുകളെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവ് ആണ് ഇവയ്ക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പൊ ബാക്ടീരിയകൾക്ക് ആന്റിബയോട്ടിക്കുകളെ ചെറുത്ത് നിൽക്കുന്ന കഴിവ് പ്രദാനം ചെയ്യുന്നത് എന്താണ്? ബാക്ടീരിയയിലെ ജനിതക വസ്തുക്കളോട് കാണപ്പെടുന്ന ഈ പ്ലാസ്മിഡുകളാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ എന്താണ് മനസ്സിലാക്കിയത്? പ്രോകാരിയോട്സിനെല്ലാം ജനിതക വസ്തുക്കളുണ്ട്. അതുപോലെ ബാക്ടീരിയയിലുള്ള ജനിതക വസ്തുക്കളൊപ്പം തന്നെ അവിടെ ഒരു ചെറിയ ജനിതക വസ്തുവാണ്, ചെറിയ DNA ഉണ്ട്. അതിന്റെ പേരാണ് പ്ലാസ്മിഡുകൾ. ഇവ ബാക്ടീരിയക്ക് എന്ത് ചെയ്യുന്നു? ആന്റിബയോട്ടിക്കുകളെ ചെറുത്ത് നിൽക്കാൻ കഴിവ് പ്രദാനം ചെയ്യുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന പോയിന്റ് ആണ്. അപ്പൊ പ്രോകാരിയോട്സിൽ നമ്മൾ എക്സെപ്ഷൻസ് കൂടെ പഠിച്ചു പോവുകയാണ്. അപ്പൊ മനസ്സിലാക്കാം. അപ്പൊ അടുത്ത് മനസ്സിലാക്കേണ്ടത്, ഈ യൂക്കാരിയോട്ടിക് കോശങ്ങളില് ഇനി നമ്മൾ പ്രോകാരിയോട്സിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ യൂക്കാരിയോട്ടിക് കോശങ്ങൾ കൂടെ മനസ്സിലാക്കാം. നമ്മൾ യൂക്കാരിയോട്ടിക് പ്രോകാരിയോട്ടിലും കാണപ്പെടുന്ന ഒരു സ്ഥരാവരണമില്ലാത്ത ഒരു കോശാംഗത്തെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഏതാണത്? യൂക്കാരിയോട്ടിലും പ്രോകാരിയോട്ടിലും കാണപ്പെടുന്ന സ്ഥരാവരണമില്ലാത്ത ഒരു കോശാംഗം ഏതാണ്? റൈബോസോം ആണെന്ന് പഠിച്ചു അല്ലെ. ഇനി ഇവിടെ നമ്മൾ ഈ പറയുന്ന പ്രോകാരിയോട്സിന് മർമ്മത്തിൽ സ്ഥരാവരണമില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ ജനിതക വസ്തുവിനും സ്ഥരാവരണമില്ലെന്ന് മനസ്സിലാക്കി. ഇനി പ്രോകാരിയോട്ടിക് കോശത്തിലെ മറ്റൊരു കാര്യം പഠിക്കാൻ പോകുന്നത്, അതായത് യൂക്കാരിയോട്ടിക് കോശങ്ങളും പ്രോകാരിയോട്ടിക് കോശങ്ങളും എന്ത് കാണപ്പെടുന്നുണ്ട്? സ്ഥരാവരണമില്ലാത്ത റൈബോസോമുകൾ കാണപ്പെടുന്നു. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന റൈബോസോമുകൾ ഒഴികെയുള്ള ഒരു കോശാംഗം, അതായത് യൂക്കാരിയോട്ടിൽ കാണപ്പെടുന്ന ഒരു കോശാംഗം, യൂക്കാരിയോട്സിൽ കാണപ്പെടുന്ന ഒരു കോശാംഗം എവിടെ കാണപ്പെടുന്നില്ല? റൈബോസോം ഒഴികെയുള്ള യൂക്കാരിയോട്സിൽ കാണപ്പെടുന്ന റൈബോസോം ഒഴികെയുള്ള ഒരു കോശാംഗം എവിടെ കാണപ്പെടുന്നില്ല? പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ കാണപ്പെടുന്നില്ല. അതൊരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അടുത്തത് യൂക്കാരിയോട്ടിക് കോശങ്ങളുടെ മറ്റൊരു പ്രോകാരിയോട്ടിക് കോശങ്ങളുടെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാല്
അവിടെ ഇൻക്ലൂഷണൽ കാണപ്പെടുന്നു. ഇൻക്ലൂഷണൽ ആണ് എവിടെ കാണപ്പെടുന്നത്? ഇൻക്ലൂഷണൽ എന്ന് പറയുന്നത് യൂക്യാരിയോട്സിൽ ഇല്ല, എന്നാൽ പ്രോക്യാരിയോട്സിൽ കാണപ്പെടുന്നു. അപ്പൊ ഇൻക്ലൂഷൻ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പ്രോക്യാരിയോട്സിലാണ് ഇൻക്ലൂഷൻ കാണപ്പെടുന്നത് മനസ്സിലാക്കുക. ഇൻക്ലൂഷൻസ് കാണപ്പെടുന്നത് എവിടെയാണ്? പ്രോക്യാരിയോട്സിലാണ്. ഇനി അതുപോലെ തന്നെ കോശസ്തരം വൈവിധ്യവൽക്കരിക്കപ്പെട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് രൂപപ്പെടുന്നതാണ് മീസോസോമുകൾ. കോശസ്തരം വൈവിധ്യവൽക്കരിക്കപ്പെട്ട് രൂപപ്പെടുന്നതാണ് മീസോസോമുകൾ. ഈ മീസോസോമുകൾ എവിടെ മാത്രമേ ഉള്ളൂ? പ്രോക്യാരിയോട്സിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഈ മീസോസോമുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കോശസ്തരത്തിന് ഉള്ളിലേക്ക് ഉൾമടക്കളെയാണ് എന്ത് വിളിക്കുന്നത്? മീസോസോമുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ കോശസ്തരം വൈവിധ്യവൽക്കരിക്കപ്പെട്ട് കാണപ്പെടുന്ന മീസോസോമുകൾ എന്ന് പറഞ്ഞാൽ കോശസ്തരത്തിന്റെ ഉൾമടക്കളെയാണ് മീസോസോമുകൾ എന്ന് വിളിക്കുന്നത്. ഇവ ഏതിന്റെ മാത്രം സവിശേഷതയാണ്? പ്രോക്യാരിയോട്ടിന്റെ സവിശേഷതയാണ്. അപ്പൊ നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? പ്രോക്യാരിയോട്സിൽ കാണപ്പെടുന്നതാണ് പ്രോക്യാരിയോട്സിലെ റൈബോസോം ഒഴികെയുള്ള ഒരു കോശങ്ങൾ കാണപ്പെടുന്നില്ല. 2 പ്രോക്യാരിയോട്സിൽ കാണുന്നതാണ് ഇൻക്ലൂഷൻ കാണപ്പെടുന്നു. അതുപോലെ തന്നെ കോശസ്തരം വൈവിധ്യവൽക്കരിക്കപ്പെടുന്നു. അതായത് കോശസ്തരം ഉൾമടക്കുകളായിട്ട് കാണപ്പെടുന്ന ഭാഗത്താണ് മീസോസോമുകൾ എന്ന് പറയുന്നത്. ഈ മീസോസോമുകൾ എവിടെ കാണപ്പെടുന്നു? പ്രോക്യാരിയോട്സിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇനി നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇൻക്ലൂഷനുകൾ. ഈ പറയുന്ന പ്രോക്യാരിയോട്സിലെ ഇൻക്ലൂഷനുകളെ കുറിച്ച് മനസ്സിലാക്കാം. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു പ്രോക്യാരിയോട്സിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? റൈബോസോമുകൾ കാണപ്പെടുന്നു. കോശാംഗമായ റൈബോസോമുകൾ ഉണ്ട്. അപ്പൊ പ്രോക്യാരിയോട്സിൽ സാധാരണ റൈബോസോമുകൾ കോശസ്തരത്തോട് ചേർന്നാണ് കാണപ്പെടുന്നത്. മനസ്സിലാക്കുക, പ്രോക്യാരിയോട്സിലെ റൈബോസോമുകൾ സാധാരണ എവിടെ കാണപ്പെടുന്നു? കോശസ്തരത്തോട് ചേർന്നാണ് കാണപ്പെടുന്നത്. ഒന്നാമത്തെ പോയിന്റ് ആണ്. ഇവയ്ക്ക് 15 നാനോമീറ്റർ മുതൽ 20 നാനോമീറ്റർ വരെ വലിപ്പമുണ്ട്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ്, ഈ പ്രോക്യാരിയോട്സിൽ കാണപ്പെടുന്ന റൈബോസോമുകൾക്ക് എത്ര നാനോമീറ്റർ വലിപ്പമുണ്ട്? 15 നാനോമീറ്റർ മുതൽ 20 നാനോമീറ്റർ വരെ വലിപ്പമുണ്ട്. അപ്പൊ 2 പോയിന്റ് നമ്മൾ പഠിച്ചു. പ്രോക്യാരിയോട്സിൽ കാണപ്പെടുന്ന റൈബോസോമുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് റൈബോസോം എവിടെ കാണപ്പെടുന്നു? കോശസ്തരത്തോട് ചേർന്നാണ് പ്രോക്യാരിയോട്സിൽ കാണപ്പെടുന്നത്. പ്രോക്യാരിയോട്ടിക് കോശങ്ങളിൽ സാധാരണ റൈബോസോമുകൾ കോശസ്തരത്തോട് ചേർന്നാണ് കാണപ്പെടുന്നത്. ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത് 15 നാനോമീറ്റർ മുതൽ 30 നാനോമീറ്റർ വരെയാണ് ഓർത്തു വയ്ക്കുക. ഇനി ഇവയ്ക്ക് 2 ഉപയൂണിറ്റുകളുണ്ട്. അതിനെ 50s എന്നും 30s എന്നും പറയുന്നു. അപ്പൊ ഇതിന് 2 സബ് യൂണിറ്റ്സ് ഉണ്ട്. ഈ ഉപയൂണിറ്റ് ഉണ്ട് 50s 30s. ഈ ഉപയൂണിറ്റുകൾ ചേർന്ന് 70s ആയിട്ട് മാറുന്നു. അപ്പൊ ഈ പറയുന്ന പ്രോക്യാരിയോട്സിൽ റൈബോസോമുകൾ 2 യൂണിറ്റുകളായി കാണപ്പെടുന്നു. ഏതാണ്? 50s 30s. ഇവ രണ്ടും ചേർന്ന് 70s യൂണിറ്റ് ആയിട്ട് മാറുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഏതാണ്? ഏത് കോശാംഗമാണ് പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന? റൈബോസോമുകളാണ് അല്ലെ. അപ്പൊ പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? റൈബോസോമാണ്. ഇനി ഒരു mRNA ധാരാളം റൈബോസോമുകൾ പറ്റിച്ചേർന്ന് മാല പോലെ കാണപ്പെടുന്നു. അപ്പൊ നമ്മൾ റൈബോസോം എന്ന് പറയുന്ന കോശാംഗത്തെ കുറിച്ച് വിശദമായിട്ട് പിന്നീട് പഠിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാം, ഈ പ്രോക്യാരിയോട്സില് mRNA അല്ലെ, mRNA ധാരാളം റൈബോസോമുകൾ പറ്റിച്ചേർന്ന് മാല പോലെയാണ് കാണപ്പെടുന്നത്. പ്രോക്യാരിയോട്സില് mRNA റൈബോസോമുകൾ മാല പോലെ പറ്റിപ്പിടിച്ചാണ് കാണപ്പെടുന്നത്. ഇതിനെ പോളി റൈബോസോമുകൾ എന്ന് പറയുന്നു, അഥവാ പോളിസോം എന്ന് വിളിക്കുന്നു. അപ്പൊ പ്രോക്യാരിയോട്സില് കോശസ്തരത്തില് ചേർന്നാണ് റൈബോസോമുകൾ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. അതിൽ mRNA ധാരാളം റൈബോസോമുകൾ മാല പോലെ പറ്റിച്ചേർന്നാണ് കാണപ്പെടുന്നത്. ഇതിനെ പോളി റൈബോസോം അല്ലെങ്കിൽ പോളിസോം എന്ന് വിളിക്കുന്നു. മനസ്സിലാക്കി വെക്കാം. ഇനി പോളി റൈബോസോമുകൾ mRNA നിന്നും ട്രാൻസ്ലേഷൻ പ്രക്രിയയിലൂടെ പ്രോട്ടീൻ നിർമ്മിക്കുന്നു. അപ്പൊ ഈ പോളി റൈബോസോമുകൾ mRNA നിന്ന് ട്രാൻസ്ലേഷൻ പ്രോസസ്സിലൂടെ ഒരു പ്രക്രിയയിലൂടെ എന്ത് നിർമ്മിക്കുന്നു? പ്രോട്ടീനെ നിർമ്മിക്കുന്നു. ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക. ഇത് പ്രോക്യാരിയോട്സിന്റെ റൈബോസോംസിന്റെ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്താണ്? പ്രോക്യാരിയോട്സിൽ റൈബോസോം എവിടെയാണ് കാണപ്പെടുന്നത്? കോശസ്തരത്തോട് ചേർന്നാണ് പ്രോക്യാരിയോട്സിൽ റൈബോസോമുകൾ കാണപ്പെടുന്നത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടുപേരുടെ വലിപ്പം പറയുകയാണെങ്കിൽ 15 നാനോമീറ്റർ മുതൽ 20 നാനോമീറ്റർ വരെ വലിപ്പത്തിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? പ്രോക്യാരിയോട്സിൽ റൈബോസോമുകൾ കാണപ്പെടുന്നു. ഇനി ഇവയ്ക്ക് 2 ഉപയൂണിറ്റുകൾ ഏതൊക്കെയാണ്? 50s 30s. രണ്ടും കൂടെ ചേർന്ന് 70s യൂണിറ്റ് ആയിട്ട് മാറുന്നു. ഇനി മനസ്സിലാക്കേണ്ടത് പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? റൈബോസോമുകളാണ്. പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് റൈബോസോമുകളാണ്. ഇനി ഒരു mRNA റൈബോസോമുകൾ മാലയില് റൈബോസോമുകൾ പറ്റിച്ചേർന്നൊരു മാല പോലെയാണ് കാണപ്പെടുന്നത്. അപ്പൊ mRNA റൈബോസോമുകൾ പറ്റിച്ചേർന്ന ഒരു മാല പോലെ കാണപ്പെടുന്നു. ഇനി അതിന് എന്താണ്? പോളി റൈബോസോമുകൾ അല്ലെങ്കിൽ എന്താണ്? പോളി റൈബോസോം അല്ലെങ്കിൽ പോളിസോം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ mRNA റൈബോസോമുകൾ മാല പോലെ പറ്റിച്ചേർന്നാണ് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ പോളി റൈബോസോം അല്ലെങ്കിൽ പോളിസോം എന്ന് വിളിക്കുന്നു. ഈ പോളി റൈബോസോമുകള് mRNA നിന്നും ട്രാൻസ്ലേഷൻ പ്രക്രിയയിലൂടെ പ്രോട്ടീൻ നിർമ്മിക്കുന്നു. അപ്പൊ പോളി റൈബോസോമുകൾ എന്താണ്? mRNA പോളി റൈബോസോമിൽ ആരുണ്ട്? റൈബോസോമുകൾ ചേർന്ന് പോളി റൈബോസോം ഉണ്ടായിരിക്കുന്നത് mRNA. അപ്പൊ ആ mRNA
ഈ പോളി റൈബോസോമുകൾ ചേർന്ന് എന്താണ് ട്രാൻസ്ലേഷൻ പ്രക്രിയയുടെ എന്ത് നിർമ്മിക്കുന്നു? പ്രോട്ടീൻ നിർമ്മാണം നടത്തുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ റൈബോസോമിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രോകാരിയോട്സിന്റെ കേസിലാണ് അവർ പറഞ്ഞത്. ഇത് നമ്മൾ പറഞ്ഞു പ്രോകാരിയോട്സിൽ കാണപ്പെടുന്ന മറ്റൊരു സവിശേഷതയാണ് ഇൻക്ലൂഷനുകൾ, അല്ലെ? ഇൻക്ലൂഷൻ ബോഡികൾ എവിടെ കാണപ്പെടുന്നു വെച്ചാൽ പ്രോകാരിയോട്സിലാണ്. എന്താണ്? പ്രോകാരിയോട്സിലാണ് ഇൻക്ലൂഷൻ ബോഡികൾ കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രോകാരിയോട്ട് കോശങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് ഇൻക്ലൂഷൻ ബോഡികൾ. അതായത് പ്രോകാരിയോട്ടുകളിൽ കോശദ്രവ്യത്തിൽ ആഹാര വസ്തുക്കൾ സംഭരിച്ചിരിക്കുന്നത് എവിടെയാണ്? ഇൻക്ലൂഷൻ ബോഡികളിലാണ്. അപ്പൊ ഇൻക്ലൂഷൻ ബോഡികൾ എന്ന് പറഞ്ഞാൽ എവിടെ കാണപ്പെടുന്നത്? പ്രോകാരിയോട്സിൽ കാണപ്പെടുന്നത്. പ്രോകാരിയോട്സ് എവിടെ കാണപ്പെടുന്നു? കോശദ്രവ്യത്തില് ആഹാര വസ്തുക്കൾ സംഭരിച്ചിരിക്കുന്നത് എവിടെയാണ്? ഇൻക്ലൂഷൻ ബോഡികളിലാണ്. ഇപ്പൊ ഇൻക്ലൂഷൻ ബോഡികളിലാണ് പ്രോകാരിയോട്ടിലെ കോശദ്രവ്യത്തിൽ ആഹാരങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ പ്രോകാരിയോട്ടുകളുടെ കോശദ്രവ്യത്തിലാണ് ഇൻക്ലൂഷൻ ബോഡികൾ അല്ലെ ഉള്ളത്. അപ്പൊ പ്രോകാരിയോട്ടിലെ കോശദ്രവ്യത്തിൽ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഇൻക്ലൂഷൻ ബോഡികളിലാണെന്ന് മനസ്സിലാക്കാം. ഇവയെ ഒരു ആവരണ വ്യവസ്ഥ കൊണ്ട് പൊതിഞ്ഞു. അപ്പൊ ഇവയ്ക്ക് ഒരു ആവരണ വ്യവസ്ഥയും ഇല്ല. അപ്പൊ ഈ പ്രോകാരിയോട്ടുകളില് ഈ പറയുന്ന പ്രോകാരിയോട്ടുകളുടെ കോശദ്രവ്യത്തില് ആഹാരവസ്തു സംഭരിച്ചിരിക്കുന്നത് എവിടെയാണ്? സംഭരിച്ചു വെച്ചിരിക്കുന്ന ഇതിനെയാണ് ഇൻക്ലൂഷൻ ബോഡികൾ എന്ന് പറയുന്നത്. അവ ഒരു ആവരണ വ്യവസ്ഥ കൊണ്ട് പൊതിഞ്ഞിട്ടില്ല. ഇവ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്നു. അപ്പൊ ആവരണ വ്യവസ്ഥ പൊതിയാത്തതുകൊണ്ട് ഇത് കോശദ്രവ്യത്തിൽ എങ്ങനെ കാണപ്പെടുന്നത്? സ്വതന്ത്രമായിട്ട് കാണപ്പെടുന്നു. ഇനി ഇവയ്ക്ക് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഫോസ്ഫേറ്റ് തരികൾ, അതുപോലെ സൈനോഫൈസിയൻ തരികൾ, ഫോസ്ഫേറ്റ് തരികൾ, അതുപോലെ സൈനോഫൈസിയൻ തരികൾ, അതുപോലെ എന്താണ് ഗ്ലൈക്കോജൻ തരികൾ. ഇതൊക്കെയാണ് ഫോസ്ഫേറ്റ് തരികൾ, സൈനോഫൈസിയൻ തരികൾ, അതുപോലെ ഗ്ലൈക്കോജൻ തരികൾ എന്നിവ ഇൻക്ലൂഷൻ ബോഡികൾക്ക് ഉദാഹരണമാണ്. ഇത് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ്? ഫോസ്ഫേറ്റ് തരികൾ, സൈനോഫൈസിയൻ തരികൾ, ഗ്ലൈക്കോജൻ തരികൾ ഇവ ഇൻക്ലൂഷൻ ബോഡികൾക്ക് ഉദാഹരണമാണ്. മനസ്സിലാക്കി വെക്കുക. ഇനി വായുധരണ ഫേനങ്ങൾ പ്രകാശ സംശ്ലേഷണ കഴിവുള്ള നീലഹരിത ബാക്ടീരിയകളിലും പർപ്പിൾ ബാക്ടീരിയകളിലും ഹരിത ബാക്ടീരിയകളിലും കാണപ്പെടുന്നു. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ പ്രോകാരിയോട്സ് ആണെന്ന് പറഞ്ഞാൽ പ്രോകാരിയോട്ട് കോശങ്ങൾ വരുന്നതാണ് ബാക്ടീരിയ. എന്നാൽ ഈ വായുധരണ ഫേനങ്ങൾ പ്രകാശ സംശ്ലേഷണ കഴിവുള്ള നീല ഹരിത ആൽഗകളിലും അതുപോലെ പർപ്പിൾ ബാക്ടീരിയകളിലും അതുപോലെ ഹരിത ബാക്ടീരിയകളിലും കാണപ്പെടുന്നു. മനസ്സിലാക്കിയ? അപ്പൊ എന്താണ് ഈ പ്രകാശ സംശ്ലേഷണ സഹായിക്കുന്നതാണ് ഫേനങ്ങൾ അല്ലെ? ഇവ എവിടെ കാണപ്പെടുന്നു? നീല ഹരിത ബാക്ടീരിയകളും പർപ്പിൾ ബാക്ടീരിയകളും അതുപോലെ ഹരിത ബാക്ടീരിയകളും കാണപ്പെടുന്നു. ഇവയെല്ലാം പ്രോകാരിയോട്സ് ആണെങ്കിൽ ഇവയിൽ എന്ത് കാണപ്പെടുന്നത്? ഫേനങ്ങൾ കാണപ്പെടുന്നത് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇൻക്ലൂഷൻ ബോഡികളെ കുറിച്ച് ഐഡിയ കിട്ടിയോ? റൈബോസോമിനെ കുറിച്ച് മനസ്സിലാക്കിയോ? അപ്പൊ ഇൻക്ലൂഷൻ ബോഡികൾ എന്ന് പറയുന്ന പ്രോകാരിയോട്ടുകൾ എവിടെ കാണപ്പെടുന്നു? പ്രോകാരിയോട്ടിന്റെ കോശദ്രവ്യത്തില് ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നത് ഇൻക്ലൂഷൻ ബോഡികളിലാണ് അല്ലെ? ഇവയ്ക്ക് ഒരു ആവരണ വ്യവസ്ഥ കൊണ്ട് ഇവയെ പൊതിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്നു. ഇവയ്ക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ഫോസ്ഫേറ്റ് തരികൾ, സൈനോഫൈസിയൻ തരികൾ, അതുപോലെ ഗ്ലൈക്കോജൻ തരികൾ എന്നിവ ഇവയ്ക്ക് ഉദാഹരണമാണ്. ഇനി പ്രോകാരിയോട്ട് കോശങ്ങളുടെ മറ്റൊരു കാര്യം എന്താണ്? ഫേനങ്ങൾ. ഫേനങ്ങൾ എവിടെ കാണപ്പെടുന്നു? ഫേനങ്ങൾ കാണപ്പെടുന്ന പ്രോകാരിയോട്ട് കോശങ്ങൾ ഏതൊക്കെയാണ്? ബ്ലൂ ഗ്രീൻ ആൽഗ അല്ലെ? അതായത് നീല ഹരിത ബാക്ടീരിയകൾ, അതുപോലെ തന്നെ പർപ്പിൾ ബാക്ടീരിയകൾ, അതുപോലെ എന്താണ് ഹരിത ബാക്ടീരിയ. ഇതിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ഈ പറഞ്ഞ ഇൻക്ലൂഷൻ ബോഡികൾ കാണപ്പെടുന്നു. ഫേനങ്ങൾ കാണപ്പെടുന്നതാണ്. ഫേനങ്ങൾ കാണപ്പെടുന്നു. ഇനി നമുക്ക് പ്രോകാരിയോട്ടുകൾ തന്നെ കോശാവരണം സെൽ എൻവലപ്പിനെ കുറിച്ച് മനസ്സിലാക്കാം. മിക്ക പ്രോകാരിയോട്ടുകളും പ്രത്യേകിച്ച് ബാക്ടീരിയ കോശങ്ങൾക്ക് രാസപരമായ സങ്കീർണമായ കോശാവരണമുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ? മിക്ക പ്രോകാരിയോട്ടുകൾക്ക് പ്രത്യേകിച്ച് ബാക്ടീരിയ കോശങ്ങൾക്ക് രാസപരമായ സങ്കീർണമായിട്ടുള്ള കോശാവരണം, രാസപരമായിട്ടുള്ള സങ്കീർണമായ കോശാവരണം ആർക്കൊക്കെയുണ്ട്? മിക്ക പ്രോകാരിയോട്ട് എസ്പെഷ്യലി ബാക്ടീരിയകൾക്ക് ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ആവരണത്തിന് ദൃഢമായി ചേർന്നിരിക്കുന്ന 3 പാളികളുണ്ട്. അപ്പൊ ഈ കോശാവരണം ഉണ്ടാക്കിയിരിക്കുന്നത് ദൃഢമായി ചേർന്നിരിക്കുന്ന 3 പാളികൾ ചേർന്നാണ്. ആ 3 പാളികളില് ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ഇറക്കുന്നത് ഗ്ലൈക്കോ കാലിക്സ് എന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ പോയിന്റ് എന്താണ്? പ്രോകാരിയോട്ട് കോശങ്ങൾ പ്രത്യേകിച്ച് ബാക്ടീരിയകളില് രാസപരമായ സങ്കീർണയുള്ള ഒരു കോശാവരണം ഉണ്ടെന്ന് മനസ്സിലാക്കി. ഈ കോശാവരണം ദൃഢമായ 3 പാളികൾ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നത് മനസ്സിലാക്കി. എന്താ പറയേണ്ടത്? അതിലെ ഏറ്റവും പുറമേയുള്ള പാളി എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോ കാലിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനുള്ളിലായിട്ട് കോശഭിത്തിയും അതിന് ഏറ്റവും ഉള്ളിലായിട്ട് കോശസ്ഥിരവുമാണ് കാണപ്പെടുന്നത്. മനസ്സിലാക്കാം. ബാക്ടീരിയകളിലെ കോശാവരണം എങ്ങനത്തെയാണ്? രാസപരമായ സങ്കീർണമായ ഒരു കോശാന്തരമാണുള്ളത്. മിക്ക പ്രോകാരിയോട്ടുകളും എസ്പെഷ്യലി ബാക്ടീരിയകൾ പ്രത്യേകിച്ച് ബാക്ടീരിയ കോശങ്ങൾക്ക് രാസപരമായ സങ്കീർണമായ ഒരു കോശാവരണമാണ്. ഈ കോശാവരണത്തിന് ദൃഢമായ 3 പാളികൾ ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും പുറമേയുള്ള പാളി ഗ്ലൈക്കോ കാലിക്സ് എന്നും അതിനുള്ളിലായിട്ട് കോശഭിത്തിയും അതിന് ഏറ്റവും ഉള്ളിലായിട്ടാണ് കോശസ്ഥരം കാണപ്പെടുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ പഠിച്ചല്ലോ പ്രോകാരിയോട്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ പ്രോകാരിയോട്സിലെ മിക്ക ബാക്ടീരിയകളിലും
മിക്കവാറും പ്രോകാരിയോട്സിൽ ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ഒരു എക്സെപ്ഷനെ കുറിച്ച് മനസ്സിലാക്കി അല്ലെ. കോശാവരണം, ആ കോശാവരണത്തിന് ദൃഢമായ 3 പാളികളുണ്ടെന്ന് മനസ്സിലാക്കി. അത് ഏതൊക്കെയാണ് ആ പാളികൾ? ഗ്ലൈക്കോകാലിക്സ്, കോശഭിത്തി, കോശസ്ഥലം. ഇപ്പൊ 3നും പ്രത്യേക ധർമ്മം ഉണ്ടെങ്കിൽ ഇവയെല്ലാം ചേർന്ന് കോശത്തെ സംരക്ഷിക്കുന്ന ഒരു വ്യത്യാസം നമ്മളവിടെ മനസ്സിലാക്കിയതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഏകദേശം പ്രോകാരിയോട്സിനെ കുറിച്ചുള്ള സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന യൂക്കാരിയോട്ടിക് കോശങ്ങളെ കുറിച്ച്. എന്താണ് യൂക്കാരിയോട്ടിക് കോശങ്ങൾ? അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് യൂക്കാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഉദാഹരണം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ആരാണ്? പ്രോട്ടിസ്റ്റുകൾ, സസ്യങ്ങൾ, ജന്തുക്കൾ, ഫംഗസുകൾ, ഇവയെല്ലാം യൂക്കാരിയോട്ടിക് കോശങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ യൂക്കാരിയോട്ടിക് കോശങ്ങളുടെ ഉദാഹരണം ഏതൊക്കെയാണ് പറഞ്ഞേ? പ്രോട്ടിസ്റ്റുകൾ, സസ്യങ്ങൾ, ജന്തുക്കൾ, ഫംഗകൾ. പ്രോട്ടിസ്റ്റുകൾ, സസ്യങ്ങൾ, ജന്തുക്കൾ, ഫംഗസുകൾ, ഇവയെല്ലാമാണ് യൂക്കാരിയോട്ടിക് കോശങ്ങൾക്ക് ഉദാഹരണം. ഒന്നുകൂടെ പറഞ്ഞേ, പ്രോട്ടിസ്റ്റുകൾ, സസ്യങ്ങൾ, ജന്തുക്കൾ, ഫംഗസുകൾ, ഇവയാണ് യൂക്കാരിയോട്ടിക് കോശങ്ങൾക്ക് ഉദാഹരണമെന്ന് ഓർത്തു വയ്ക്കാം. ഇനി എല്ലാ യൂക്കാരിയോട്ടിക് കോശങ്ങളും സ്ഥലം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട കോശാംഗങ്ങൾ മുഖേന കോശദ്രവ്യത്തിന്റെ സമഗ്ര വിഭജനം നടന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അതായത് എല്ലാ യൂക്കാരിയോട്ടിക് കോശങ്ങളും സ്ഥലം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട് എന്ത് കാണപ്പെടുന്നു? കോശാംഗങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ എല്ലാ യൂക്കാരിയോട്ടിക് കോശങ്ങളുടെ പ്രത്യേകത എന്താണ്? സ്ഥരാവരണമുള്ള കോശാംഗങ്ങൾ കാണപ്പെടുന്നു. ആദ്യം പഠിച്ചു എല്ലാ യൂക്കാരിയോട്ടിക് കോശങ്ങളും എന്തുണ്ട്? സ്ഥരാവരണമുള്ള ഒരു മർമ്മം, വ്യക്തമായ ഒരു മർമ്മമുണ്ട്. ഇതുപോലെ തന്നെ എന്താണ്? മർമ്മമുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഒരു മർമ്മകവുമുണ്ട് അല്ലെ. മർമ്മമുണ്ട്, അതുപോലെ മർമ്മകമുണ്ട്. ഇനി പഠിച്ചത് എന്താണ്? അല്ലെങ്കിൽ സ്ഥരാവരണമുള്ള ധാരാളം കോശാംഗങ്ങളുണ്ട്. സ്ഥലം കൊണ്ട് ആവരിച്ച ധാരാളം കോശാംഗങ്ങളുണ്ട്. ഇനി ഈ കോശാംഗങ്ങളുടെ സഹായത്തോടു കൂടി കോശദ്രവ്യത്തിന്റെ സമഗ്ര വിഭജനം നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ കോശാംഗങ്ങൾ മുഖേന കോശദ്രവ്യത്തിന് എന്ത് സംഭവിക്കുന്നു? സമഗ്ര വിഭജനം നടക്കുന്നു. അതായത് സൈറ്റോപ്ലാസം ഇവിടെ എന്ത് ഡിവിഷൻ നടക്കുന്നു? ഏതിന്റെ സഹായത്തോടെ? കോശാംഗങ്ങളുടെ സഹായത്തോടെ. അപ്പൊ ഈ പറഞ്ഞ യൂക്കാരിയോട്ടിക് കോശങ്ങൾ കോശാംഗങ്ങളുടെ സ്ഥരാവരണമുള്ള കോശാംഗങ്ങൾ മുഖേന കോശദ്രവ്യത്തിന്റെ സമഗ്ര വിഭജനം നടക്കുന്നു. അതുപോലെ യൂക്കാരിയോട്ടിക് കോശങ്ങൾക്ക് സ്ഥരാവരണമായ വ്യക്തമുള്ള മർമ്മം ഉണ്ട്. നമുക്ക് യൂക്കാരിയോട്ടിക് കോശങ്ങൾ സ്ഥരാവരണ വ്യക്തമായുള്ള മർമ്മമുണ്ട്. ഇനി അവിടെ എന്താ പറഞ്ഞത്? ഈ സ്ഥരാവരണം കോശാംഗങ്ങൾ മുഖേന കോശദ്രവ്യം വിഭജിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി ഇവയ്ക്ക് കൂടാതെ സങ്കീർണമായ ചലന സംവിധാനങ്ങളും കോശാസ്ഥി ഘടനകളും ഇവയ്ക്കുണ്ട്. അപ്പൊ ഈ യൂക്കാരിയോട്ടിക് കോശങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവയ്ക്ക് സങ്കീർണമായ ചലന സംവിധാനങ്ങളുണ്ട്, അതുപോലെ കോശാസ്ഥി ഘടനകളും ഉണ്ട്. സൈറ്റോസ്കെൽറ്റൽ സ്ട്രക്ചേഴ്സ്, അതുപോലെ ലോക്കോമോട്രിക്കും ഉള്ള കാര്യങ്ങൾ എവിടെയുണ്ട്? യൂക്കാരിയോട്ടിക് കോശങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ ഇവയ്ക്ക് ഇതിനൊക്കെ പുറമെ സങ്കീർണ ചലന സംവിധാനങ്ങളും അതുപോലെ കോശാസ്ഥി ഘടനകളും ഉണ്ട്. എന്താണ് സങ്കീർണ ചലന സംവിധാനങ്ങളും കോശാസ്ഥി ഘടനകളും എവിടെ കാണപ്പെടുന്നു? ആ യൂക്കാരിയോട്ടിക് കോശങ്ങൾ കാണപ്പെടുന്നു. ഇനി ഇവയുടെ ജനിതക വസ്തു ക്രോമസോമുകളായിട്ട് രൂപം പ്രാപിച്ചിരിക്കുന്നു. ജനിതക വസ്തു എന്താണ്? ക്രോമസോമുകളായിട്ട് രൂപം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ യൂക്കാരിയോട്ടിക് കോശങ്ങൾ എല്ലാം ഒരുപോലെയല്ല. അപ്പൊ യൂക്കാരിയോട്ടിക് കോശങ്ങൾ എല്ലാം എന്താണ്? ഒരുപോലെ. നമ്മൾ നേരത്തെ പ്രോകാരിയോട്സിന്റെ കാര്യം പറഞ്ഞു, ആകൃതിയിലും വലുപ്പത്തിലൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നെങ്കിലും ഇവർ ഘടനയിലെല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ യൂക്കാരിയോട്ടിക് കോശങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ അവ ഒരുപോലെയല്ലെന്ന് മനസ്സിലാക്കുക. സസ്യകോശം ജന്തുകോശം തമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പൊ യൂക്കാരിയോട്ടിക് കോശങ്ങൾക്ക് എക്സാമ്പിൾ പഠിച്ചാൽ സസ്യങ്ങൾ, ജന്തുക്കൾ ഇവ തമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുകയാണ്. അപ്പൊ ഒന്ന് പഠിച്ച പോയിന്റ് എന്തൊക്കെയാണ്? അത് ഈ പറയുന്ന യൂക്കാരിയോട്സിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? പ്രോട്ടിസ്റ്റ, അതുപോലെ തന്നെ പ്രോട്ടിസ്റ്റുകള്, സസ്യങ്ങള്, ജന്തുക്കള്, ഫംഗസുകൾ, ഇവയെല്ലാം യൂക്കാരിയോട്ടിക് എക്സാമ്പിൾ ആണെന്ന് പഠിച്ചു. ഇനി യൂക്കാരിയോട്ടിക് കോശങ്ങൾ സസ്യങ്ങളിൽ ജന്തുകോശങ്ങൾ അല്ലെങ്കിൽ സസ്യകോശങ്ങൾ ജന്തുകോശം ഒരുപോലെയാണെന്ന് മനസ്സിലാക്കി. ഘടനയിൽ ചില വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അല്ലെ. ഈ സസ്യകോശങ്ങൾ കോശഭിത്തിയും ജൈവ കണങ്ങളും മധ്യത്തിലൊരു ഫേനവും കാണപ്പെടുന്നു. ഇതൊന്നും എവിടെയില്ല? ജന്തുകോശങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ സ്ഥരാവരണ കോശാംഗങ്ങൾ എവിടെയുണ്ട്? ഈ പറയുന്ന യൂക്കാരിയോട്സിനുണ്ട് അല്ലെ. എന്നാൽ സസ്യകോശം ജന്തുകോശം എടുത്താൽ ചില വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു. സസ്യകോശങ്ങൾ കാണപ്പെടുന്ന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവയ്ക്ക് കോശഭിത്തിയും അതുപോലെ ജൈവ കണങ്ങളും പ്ലാസ്റ്റിഡുകൾ കോശഭിത്തിയും ജൈവ കണങ്ങളും എവിടെ കാണപ്പെടുന്നു? അതുപോലെ മധ്യത്തിലൊരു ഫേനവും എവിടെ കാണുന്നു? സസ്യകോശത്തിൽ കാണപ്പെടുന്നു. അപ്പൊ സസ്യകോശങ്ങളുടെ പ്രത്യേകത എന്താണ്? അവയ്ക്ക് കോശഭിത്തിയുണ്ട്, ജൈവ കണങ്ങളുണ്ട്, പ്ലാസ്റ്റിഡുകളുണ്ട്, പിന്നെ മധ്യത്തിലായിട്ടൊരു ഫേനവും കാണപ്പെടുന്നു. എന്നാൽ ജന്തുകോശത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കാണപ്പെടുന്നില്ല. പകരം ജന്തുകോശത്തിൽ കാണപ്പെടുന്നതാണ് സെൻട്രിയോളുകൾ എന്ന് പറയുന്ന കോശാംഗം. സസ്യകോശത്തിൽ കാണാത്ത ജന്തുകോശത്തിൽ കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? സെൻട്രിയോളുകൾ എന്ന് മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. പ്രധാനമായിട്ടും എന്തൊക്കെയാണ് യൂക്കാരിയോട്ടിക് കോശങ്ങളുടെ കാര്യം പഠിച്ചത്? ഒന്ന് അതിന്റെ ഉദാഹരണം പഠിച്ചില്ലേ? പ്രോട്ടിസ്റ്റുകള്, സസ്യങ്ങള്, ജന്തുക്കൾ, ഫംഗസുകൾ എന്നിവയെല്ലാം ചേർന്നാണ് യൂക്കാരിയോട്ടിക് കോശങ്ങൾക്ക് ഉദാഹരണം മനസ്സിലാക്കി. ഇനി എല്ലാ യൂക്കാരിയോട്ടിക് കോശങ്ങളും സ്ഥലം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട എന്തുണ്ട്? കോശാംഗം ഉണ്ടെന്ന് പറഞ്ഞു. ഈ കോശാംഗം മുഖേനയാണ് കോശദ്രവ്യത്തിന്റെ വിഭജനം നടക്കുന്നതെന്ന് മനസ്സിലാക്കി. സമഗ്രമായ വിഭജനം നടക്കുന്നു. അതുപോലെ മനസ്സിലാക്കേണ്ടത് യൂക്കാരിയോട്ടിക് കോശങ്ങൾക്ക് സ്ഥരാവരണമുള്ള എന്താണ് വ്യക്തമായ ഒരു മർമ്മം ഉണ്ടെന്ന് മനസ്സിലാക്കി.
ഇനി ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂക്കാരിയോട്ട് കോശങ്ങൾക്ക് എന്താണ് സങ്കീർണമായ ചലന സംവിധാനങ്ങൾ അതുപോലെ കോശാസ്ഥി ഘടനകളും ഉണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ ഇവയുടെ ജനിതകവസ്തു ക്രോമോസോമായിട്ട് രൂപം പ്രാപിച്ചിരിക്കുന്നു മനസ്സിലാക്കി. അപ്പൊ സങ്കീർണമായ ചലനവും അതുപോലെ എന്താണ് കോശാസ്ഥി ഘടനകളും ആർക്കുണ്ട് യൂക്കാരിയോട്ട് കോശങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കി. ഇനി യൂക്കാരിയോട്ട് കോശങ്ങളെല്ലാം ഘടനയിൽ ഒരുപോലെ അല്ല. ഇനി ഉദാഹരണത്തിന് സസ്യങ്ങളും ജന്തുക്കളും ഘടനയിൽ വളരെ വ്യത്യസ്തം പുലർത്തുന്നു. സസ്യകോശങ്ങൾ എടുക്കുകയാണ്, അവയ്ക്ക് എന്തൊക്കെ കാണപ്പെടുന്നു കോശഭിത്തി കാണപ്പെടുന്നു, ജൈവ കണങ്ങൾ കാണപ്പെടുന്നു, പ്ലാസ്റ്റിഡുകള് അതുപോലെ തന്നെ അവയിൽ ഒരു വലിയ ഫേനോ കാണപ്പെടുന്നു. ഇത് എവിടെ കാണുന്നില്ല ജന്തുകോശങ്ങൾ കാണപ്പെടുന്നില്ല. രണ്ടും യൂക്കാരിയോട്ട് കോശങ്ങളാണ്, ജന്തുകോശങ്ങൾ ഈ സവിശേഷതയും കാണപ്പെടുന്നില്ല. എന്നാൽ സസ്യകോശങ്ങൾ കാണപ്പെടാതെ ജന്തുകോശം കാണപ്പെടുന്ന ഒരു കോശാംഗം ഏതാണെന്നുള്ളത് സെൻട്രിയോളുകളാണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇത്രയും കാര്യമാണ് യൂക്കാരിയോട്ട് കോശങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കോശാംഗങ്ങളും അതിന്റെ ഘടനയും ധർമ്മവുമാണ് നമ്മൾ അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഈ പോർഷനിൽ നിന്ന് നമ്മൾ സിലബസ് ബേസ്ഡ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. തീർച്ചയായും അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ഫ്രം മീ. താങ്ക് യു.